ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ അശ്വതി ഗംഗ. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു പച്ചക്കറി തോട്ടത്തിനെ കുറിച്ചാണ്. അത് വേറൊന്നുമല്ല, ഇതൊരു മഴമറയാണ്. ഇത് ഇതെല്ലാം എൻ്റെ അച്ഛൻ്റെ കൃഷിയാണ് കേട്ടോ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനെക്കുറിച്ച് പറയാം. മഴമറ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ പറ്റുന്നുള്ളതാണ് മഴമറയുടെ പ്രത്യേകത. അതായത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ മഴക്കാലത്ത് കൃഷി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മഴക്കാലത്തും അതുപോലെ വെയിലുള്ള സമയത്തൊക്കെ ഒരുപോലെ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ഈ മഴമറയിൽ. ഇപ്പോൾ ഈ മഴമറയിലുള്ളത് മെയിനായിട്ട് ചീരയാണ്. പിന്നെ ദേ ഇങ്ങനെ പാവലിപ്പം ദേ കയറ്റി വിട്ടിട്ടുണ്ട്. ഇതിങ്ങനെ കുറച്ച് പൂവൊക്കെ ഉണ്ടായി തുടങ്ങി, അത്യാവശ്യം പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചുവന്ന ചീരയാണ് കൂടുതൽ ഇപ്പോൾ ഉള്ളത്. പിന്നെ പച്ചച്ചീര ഇടയ്ക്കുണ്ട്, അത് കുറവാണ്. പിന്നെ ഇത് വെള്ളരിയാണ്. വെള്ളരിയിൽ പൂവുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിങ്ങനെ കയറ് അങ്ങനെ കെട്ടി മുകളിലേക്ക് കെട്ടിയേക്കുവാണ്. അപ്പോൾ അതിലൂടെ ഈ വള്ളി പടർന്നു കയറുന്ന പച്ചക്കറികളെല്ലാം അങ്ങനെ കയറിപ്പോക്കോളും. പിന്നെ ഇത് വിത്ത് നിർത്തിയേക്കുന്നൊരു പച്ചച്ചീരയാണ് കേട്ടോ അത്. പിന്നെ ഇവിടെ നെക്സ്റ്റ് ഇവിടെ കാണാം ഒരു മല്ലിയിലയാണത്. മല്ലിയില നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ഇത് നമുക്ക് മല്ലിയില ചമ്മന്തി അരയ്ക്കോ അല്ലെങ്കിൽ സാമ്പാറിലൊക്കെ ഇടാനൊക്കെ നല്ലതാണ്. പിന്നെ അതേ പയറുണ്ട്. പയർ ഇതുപോലെ ചെറുതായിട്ടുണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മളിപ്പോൾ പച്ചക്കറികളൊന്നും തന്നെ വാങ്ങിക്കാറില്ല. ഈ ഒരു ഇതിൽ നിന്നും ആ ഒരു സീസണിൽ കിട്ടുന്ന പച്ചക്കറികളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എല്ലാം തന്നെ. അതേ പയറിലൊക്കെ പൂവുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ എല്ലാം ടൗണിലൊക്കെ താമസിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ താമസിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു വില മനസ്സിലാവുള്ളൂ. സ്വന്തമായിട്ട് നമ്മുടെ കുറച്ച് പച്ചക്കറികൾ കിട്ടുന്നതിൻ്റെ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണല്ലോ നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ പച്ചക്കറികളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ. ഇവിടെ ഇപ്പം ചീരയാണ് കൂടുതൽ വരുന്നത്. ചുവന്ന ചീരയാണ് കൂടുതൽ ഉള്ളത്. ഈ ചീരയെല്ലാം തന്നെ കഴിഞ്ഞ തവണത്തെ ചീരയുടെ വിത്ത് കിടന്നിട്ട് മുളച്ചു വന്നതാണ്. ഇവിടെ തന്നെ കിടന്ന് അങ്ങനെ മുളച്ചിട്ട് നമ്മളത് കുറച്ച് പറിച്ച് നട്ടു എന്നുള്ളൂ. അത് പിന്നെ വെണ്ടയാണ്. വെണ്ടയിൽ പൂവുണ്ടായി തുടങ്ങി, ചെറുതായിട്ട് വെണ്ടയ്ക്ക ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ചെറുതായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ദേ ഇവിടെ വീണ്ടും വെള്ളരി ഉണ്ട്. വെള്ളരി പൂത്തിട്ടുണ്ട്. ഇതും ഇങ്ങനെ കയറി പോയേക്കുവാണ്. പിന്നെ വഴുതന ഇപ്പം കുറച്ച് പറിച്ചായിരുന്നു കേട്ടോ. ഒരു ദിവസം മുമ്പ് കുറച്ച് പറിച്ചായിരുന്നു. വഴുതനങ്ങയുണ്ട്. വഴുതനങ്ങ എനിക്ക് പൊതുവേ വലിയ ഇഷ്ടമില്ലാത്തൊരു പച്ചക്കറിയാണ്. പിന്നെ ദേ ഇവിടെ ഒരു സൂത്രം ഉണ്ട് കേട്ടോ. ഇതൊരു ടൈപ്പ് ചീരയാണ്. ഈ പുളിയില പോലെ നിൽക്കുന്നുണ്ടല്ലേ, അതൊരു ടൈപ്പ് ചീരയാണെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ലായിരുന്നു കേട്ടോ അത്. അപ്പോൾ അമ്മയാണ് പറഞ്ഞത് ഇതൊരു ടൈപ്പ് ചീരയാണ്. ഇങ്ങനെ നമ്മൾ ചീര വയ്ക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. കുറച്ചൊരു വലുതായതിന് ശേഷം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെടിയാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് തക്കാളി നമുക്ക് ഗ്രോ ബാഗിലും ചട്ടിയിലും എല്ലാത്തിലും ഉണ്ടാകുന്ന ഒരു പച്ചക്കറിയാണല്ലോ ഈ തക്കാളി. ഇത് വലുതാവുന്നേ ഉള്ളൂ. ഇവിടെ കുറച്ച് ചീരത്തൈ നിൽക്കുന്നുണ്ടല്ലേ, കുറച്ച് ചീര തൈ മുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ടൈപ്പ് വലിയ മുളക് നിൽക്കുന്നുണ്ട്. പച്ചമുളക്, വലിയ ടൈപ്പ് മുളകാണ്. പിന്നെ ഇവിടെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്. പാഷൻ ഫ്രൂട്ട് ഇതൊരു അതായത് പുറമേ മഞ്ഞ കളറുള്ള ഒരു പാഷൻ ഫ്രൂട്ടാണത്. അതും ഇതുപോലെ കയറി പോയിട്ടുണ്ട്. പിന്നെ ഇത് ഫുള്ളൊരു ചീരത്തോട്ടം പോലെ ഉണ്ട്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പല സീസണിലും പല പച്ചക്കറികളാണ്. ഇവിടെ തുളസിയുണ്ട്. ഈ തുളസി അതുപോലെ തന്നെ ബന്ദിയൊക്കെ നടുന്നത് നമ്മൾ കീടങ്ങൾ വരാണ്ടിരിക്കാൻ നല്ലതാണെന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ കണ്ടുവരുന്നൊരു കീടമാണ് കേട്ടോ. ഇങ്ങനെ വെളുത്തിരിക്കുന്ന വെള്ള കളറിൽ, അതാണ് ഇപ്പോൾ കണ്ടുവരുന്നൊരു കീടം എന്ന് പറയുന്നത്. കീടങ്ങളെ തടഞ്ഞു നിർത്താൻ മഴമറയിൽ പ്രത്യേക തരത്തിലുള്ള കെണികളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇത് ക്യാബേജാണ്. ക്യാബേജ് പണ്ടും കഴിഞ്ഞ തവണയും ക്യാബേജ് കുറേ ഉണ്ടായിരുന്നു. ക്യാബേജ് തന്നെ നമ്മളൊരു ഇതിൽ കള്ളിയിൽ ഫുള്ള് ക്യാബേജ്, കോളിഫ്ലവറൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. നല്ലോണം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ വലിയ സൈസല്ല, ഒരു മീഡിയം സൈസിലൊക്കെ. പിന്നെ അതേ മുളക് നിൽക്കുന്നുണ്ട്.
പിന്നെ ദേ ഇവിടെ ഒരു ഇത് കണ്ടോ, കോളിഫ്ലവർ ഉണ്ടായിട്ട് ഇത് കേടായി പോയതാണ്. ഇത് ചീത്തയായിപ്പോയി. പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടാവും കോളിഫ്ലവർ, കാരണം നമുക്ക് നേരത്തെ നട്ടിട്ടുള്ളതുകൊണ്ട് അറിയാം ഇതെല്ലാം ഉണ്ടാവുന്ന സാധനം തന്നെയാണ്. നമുക്ക് പറ്റുമെങ്കിൽ ഇങ്ങനെ ഗ്രോ ബാഗിലൊക്കെ നട്ട് വളർത്താവുന്നുള്ളൂ കേട്ടോ പച്ചക്കറികൾ. ഇത് ബന്ദി നിൽക്കുന്നുണ്ട്, എൻ്റെ ഇടയ്ക്കൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മഴമറയുടെ പണ്ടത്തെ, അതായത് തുടക്കമാണ്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് ഇതിന് വെള്ളം കൊടുക്കുന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളം കൊടുക്കുമ്പോഴെന്ന് വെച്ചാൽ ഇങ്ങനെ അത് ഡ്രോപ്പ് തുള്ളി നന പോലെയാണ്. കുറച്ച് നേരം കൊണ്ട്, ഒരു അരമണിക്കൂർ കൊണ്ട് ഈ തുള്ളി പോലെ നനഞ്ഞ് ഫുള്ള് നനഞ്ഞോളും. അപ്പോൾ അധികം നമുക്ക് വെള്ളം വേസ്റ്റ് ആവുന്നില്ല എന്നുള്ളതിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ നമുക്ക് ഓസ് വെച്ചിട്ട്, ചെറിയ ഓസ് ഉണ്ടല്ലോ, ഓസ് വെച്ചിട്ടോ അല്ലെങ്കിൽ അല്ലാണ്ട് കപ്പ് കൊണ്ടോ ഒക്കെ നനയ്ക്കാവുന്നതാണ്. അധികം വെള്ളം വേസ്റ്റ് ആവുന്നില്ല ഈ മഴമറയിൽ. അതൊരു വലിയ കാര്യമല്ലേ. പിന്നെ ഇത് മഴമറയുടെ പുറത്ത് നിൽക്കുന്ന ഒരു പാവലാണ്. അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ഇത്രയും പച്ചക്കറികൾ കൃഷി ചെയ്യാം എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഇത് പിന്നെ ചാമ്പയ്ക്കയാണ്. ഈ ചാമ്പയ്ക്കൊക്കെ നമുക്ക് എപ്പോഴും കാണുമ്പം വലിയ താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ വല്ലപ്പോഴും കിട്ടുമ്പോൾ എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിയ പോലെ. ഇതിപ്പോൾ ഞാൻ നട്ട ഒരു ചാമ്പമരമാണ് കേട്ടോ, അതുകൊണ്ട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട് ഈ ചാമ്പമരത്തോട്. പിന്നെ അതേ ഇവിടെ മുന്തിരി കയറ്റി വിട്ടിട്ടുണ്ട്. മുന്തിരി കഴിഞ്ഞ തവണ നട്ടപ്പോൾ ഉണ്ടായില്ലായിരുന്നു, അപ്പോൾ ഇത്തവണ ഇങ്ങനെ കയറി പോയിട്ടുണ്ട്. ഇതിലുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്, അറിയില്ല. പിന്നെ ഇവിടെ നിൽക്കുന്ന ഇതൊരു പേരമരമാണ് കേട്ടോ. ഇത് എന്താ പറയുക, വലിയ ടൈപ്പ് പേരക്കയില്ലേ, അങ്ങനത്തെ ഒരു പേരമരമാണിത്. പിന്നെ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട സാധനമാണിത്, ഊഞ്ഞാൽ. എല്ലാവർക്കും നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന ഒരു സാധനമല്ലേ ഊഞ്ഞാൽ. പിന്നെ ഈ ചെടി എന്ന് പറയുന്നത് നമ്മൾ മൂന്നാർ പോയപ്പം അവിടുന്ന് ഒരു കുഞ്ഞ് കഷ്ണം കൊണ്ടുവന്നാണ്, ഒരു ചെറിയ കഷ്ണം കൊണ്ടുവന്നാണ്. പക്ഷേ ഇത് നല്ല വെയിലത്ത് നിൽക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു ഇത്രയും നല്ല കളർഫുള്ളായിട്ട് ഉണ്ടായിട്ടുണ്ട്. പൊതുവെ ഇവിടെ പൂച്ചെടികൾ കുറവാണ് കേട്ടോ ഇപ്പം. പണ്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം പൂച്ചെടികൾ കുറവാണ്, കാരണം നോക്കാനും സമയമില്ല. അപ്പം ഇത് ഗന്ധരാജൻ, നല്ല മണമുള്ളൊരു പൂവുണ്ടാകുന്നതാണ്. പലർക്കും അറിയാമായിരിക്കും അല്ലേ. പിന്നെ ചെത്തി, കുറച്ച് ചെടികളൊക്കെ ഉള്ളൂ ഇപ്പം, പൂച്ചെടികളാണ് ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ പേരെന്താ, ക്രിസ്മസ് ചെടി എന്നാണോ പറയുന്നത്. ഇത് നല്ല ഭംഗിയിൽ ഉണ്ടായി നിൽപ്പുണ്ട്, കണ്ടില്ലേ, നല്ല കളറുണ്ട്, നല്ല കളർഫുള്ളായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ മുല്ല നിൽപ്പുണ്ട്. പിന്നെ താഴെ കുറച്ചിത് വാടാമല്ലിയുടെ തൈ നിൽപ്പുണ്ട്. കഴിഞ്ഞ തവണ നട്ടതിൽ നിന്നും കുറേ വിത്ത് പിന്നെ ഉണ്ടായേക്കുന്നതാണ് ഈ വാടാമല്ലി. പിന്നെ ഇത് ജെർബറ എന്നല്ല ഇതിന് പറയുന്നത്, ഇത് മഞ്ഞ കളറാണ്, ഇതിൻ്റെ ഓറഞ്ച് കളറും ഉണ്ട് കേട്ടോ. ഇത് പാഷൻ ഫ്രൂട്ട് നമുക്ക് എന്താ പറയുക, കുറേ കിട്ടുമ്പോൾ നമുക്ക് വേണ്ട, അല്ലെങ്കിൽ താല്പര്യം ഉണ്ടാവില്ല. അതേ ഒരു അവസ്ഥയാണ് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ കാര്യത്തിൽ. പണ്ട് എനിക്ക് ഈ പാഷൻ ഫ്രൂട്ട് ഒരെണ്ണം കിട്ടാൻ വേണ്ടി ഞാൻ കൊതിച്ച് കിടന്നിട്ടുണ്ട്. പക്ഷേ ഇത് കുറേ ഉണ്ടായിരുന്നു, കഴിഞ്ഞ തവണ കുറേ ഉണ്ടായിരുന്നു. ഇപ്പോഴും രണ്ടാമത് ഉണ്ടായേക്കുന്നതാണിത്. അപ്പോൾ ഇത് 2 കളറുണ്ട്, മഞ്ഞ കളർ, അത് പുറമേ മഞ്ഞ കളറും പുറമേ ചുവപ്പ് കളറും, അകത്ത് മഞ്ഞ തന്നെ, പുറമേ കളർ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇപ്പം ഇതേ കുറേ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് ഷുഗറിനൊക്കെ നല്ലതാണ് കേട്ടോ, വളരെ നല്ലതാണ് ഈ പാഷൻ ഫ്രൂട്ട്, പല അസുഖങ്ങൾക്കും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഇത് ചിക്കു അല്ലെങ്കിൽ സപ്പോട്ട എന്ന് പറയും. ഇതിൽ കുഞ്ഞതായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിന് വലിയ പൊക്കമൊന്നുമില്ല, പക്ഷേ അതിൽ ഈ ഒരു പൊക്കമാകുമ്പോഴത്തേക്കും ഇതിലുണ്ടായി തുടങ്ങും. ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് ഇവിടുത്തെ പല ഈ ചെടികളെല്ലാം തന്നെ നഴ്സറിയിൽ നിന്ന്, അല്ലെങ്കിൽ പിന്നെ പള്ളിപ്പെരുന്നാളിനൊക്കെ തൈകൾ വരും, അങ്ങനെ വാങ്ങിച്ചതാണ്. ഇവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ ഒരെണ്ണം കുറച്ച് പാകമായിട്ട് എന്തേ കണ്ടില്ലേ, ഇത് ഒരെണ്ണം അത്യാവശ്യം പഴുക്കാറായി നിൽപ്പുണ്ട്. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് പറിക്കാൻ പറ്റും. ഇതിന് ചെറുതായിട്ട് ഞെക്ക് കൊള്ളുന്നുണ്ട്, ഇത് പറിക്കാറായിട്ടുണ്ട്. പിന്നെ മാവ്, ഇത് എന്ത് മാവാണെന്ന് എനിക്കറിയില്ല, എന്തായാലും പൂത്തിട്ടുണ്ട്. ഇപ്പം പൊതുവെ കേരളത്തിൽ മാവ് നിറയെ പൂത്തിട്ടുണ്ടെന്നാണ് കേട്ടേക്കുന്നത്. അപ്പം ഇത് പൂത്ത് നിൽപ്പുണ്ട്. ഇതിൽ ചെറുതായിട്ട് കുഞ്ഞു മാങ്ങ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. എന്ത് മാവാണെന്നറിയില്ല.
പിന്നെ ഇത് ഫിലോസാൻ എന്ന് പറയും. ഫിലോസാൻ അറിയോ നിങ്ങൾക്ക്, കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇതൊരു റംബൂട്ടാൻ പോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള ആ പഴം ഇരിക്കുന്നത്. ഇത് കുറേ കണ്ടോ, ഇതിപ്പോൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇതിൽ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കുറേ ഉണ്ടായി, പക്ഷേ എൻ്റെ അകത്ത് ഒന്നുമില്ല. അതായത് ഒരു കുഞ്ഞു വിത്തുണ്ട്. ചെറിയ റംബൂട്ടാൻ്റെ കാ പോലെയാണ് അകത്തെ കാ ഇരിക്കുന്നത്. പക്ഷേ ഉണ്ടായെന്ന് വെച്ചാൽ കുഞ്ഞൊരു വിത്ത്, നമുക്ക് കഴിക്കാൻ പോലും ഇല്ലാത്തൊരു ചെറിയൊരു സാധനം. അപ്പം വെറുതെ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നത് കാണാമെന്ന് മാത്രമേ പ്രയോജനമുള്ളൂ. പിന്നെ ഇത് മാങ്കോസ്റ്റീനാണ്. മാങ്കോസ്റ്റീനിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ദേ കണ്ടില്ലേ, ഒരെണ്ണം ഒരു കുഞ്ഞത് ഉണ്ടായി തുടങ്ങി വരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഉണ്ടായി കിടപ്പുണ്ട്. ദേ കണ്ടില്ലേ, ഇത് പഴുക്കുമ്പോഴത്തേക്ക് ഒരു ബ്രൗൺ കളറാവും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് കേട്ടോ മാങ്കോസ്റ്റീൻ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുടംപുളി ഇല്ലേ, കുടംപുളിയുടെ അകത്തെ ആ ഒരു വെളുത്ത് ഇരിക്കുന്ന ഒരു കായുണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. പക്ഷെ അതിനേക്കാളും മധുരമുണ്ട്, നല്ലതാണത്. ഇതിൻ്റെ ഇലയൊക്കെ കണ്ടില്ലേ, കുടംപുളിയുടെ ഇല, കുടംപുളി വർഗ്ഗത്തിൽ പെടുന്ന ഒരു ചെടി തന്നെയാണത്. പിന്നെ ഇതൊരു ടൈപ്പ് മാവാണ്. ഇതിങ്ങനെ പേരയ്ക്ക, മാങ്ങ, അങ്ങനെ വലിയ മാങ്ങ ഉണ്ടാവുന്നതാണ്. പിന്നെ എനിക്ക് ഇതെന്താ ഈ ചെടിയുടെ പേരെനിക്കറിയില്ല, എന്നാലും കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ദേ ഇവിടെ ഓർക്കിഡ് നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു കുളമുണ്ട്. ഈ കുളം ഇപ്പം വളരെ മോശമായ അവസ്ഥയിലാണ്. ഇതിൻ്റെ സൈഡിലൊരു പേരയുണ്ട്. ആ പേരയിലുള്ള എല്ലാം മൊത്തം ഇതിലുണ്ട്. പക്ഷേ പണ്ട് ഇതിൽ മീനൊക്കെ ഉണ്ടായിരുന്നു. ഗപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഒരു പായൽ കിടക്കുന്നുണ്ട്. ഈ പായൽ നമ്മളിവിടെ അടുത്തൊരു ഇന്ദ്രാഞ്ചിറ എന്നൊരു ഒരു ചിറയുണ്ട്, അവിടെ നിന്ന് കിട്ടിയതാണ്. പിന്നെ ബാക്കിയുള്ള ഈ പൂ പോലെ ഇരിക്കുന്ന പായലൊക്കെ പണ്ടേ ഉണ്ടായിരുന്നതാണ്. പിന്നെ ആമ്പലും ഉണ്ടായിരുന്നു. ആമ്പലൊരു പിങ്ക് കളർ ആമ്പൽ പൂവാണ്. പിന്നെ ഇത് ഓറഞ്ചാണ്. ഓറഞ്ചിൽ ചെറിയ പൂ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ വെളുത്ത് കാണുന്നതാണ് ആ ഓറഞ്ചിൻ്റെ പൂ. പക്ഷേ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ ഓറഞ്ചിന് ഇവിടെ ഒരു രണ്ടെണ്ണം പിരിഞ്ഞിട്ടുണ്ട് കുഞ്ഞത്. അത്ര മധുരം ഉണ്ടാവില്ല, പുളിയായിരിക്കും. ഓറഞ്ച് ഇങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് പറയാം, നമുക്കൊരു സന്തോഷം, അത്രേ ഉള്ളൂ. പക്ഷേ ആ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പുളിയായിരിക്കും. ഇത് ഓറഞ്ചിൻ്റെ പൂവാണ് ഈ കാണുന്നത്, ഈ വെള്ള കളറിൽ കാണുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പോമോഗ്രാനൈറ്റിൻ്റെ ഒരു ചെടിയുണ്ട്. അതായത് മാതളം, അതിലും ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇത് പനിക്കൂർക്കയില, എല്ലാവർക്കും അറിയാമായിരിക്കും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ പനിക്കൂർക്കയില എല്ലാവരും നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ്. അതായത് പിള്ളേർക്ക് ജലദോഷം, ചുമ അങ്ങനെയൊക്കെ വരുമ്പം, അതുപോലെ കുളിക്കാൻ നേരത്ത് ഇതിൻ്റെ ഇലയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ പടർന്നു പിടിച്ച് നിൽപ്പുണ്ട്. നല്ലൊരു മണമാണ് ഇതിൻ്റെ ഇലയ്ക്ക്, പനിക്കൂർക്ക ഇലയ്ക്ക്. പിന്നെ ഇവിടെ വേറൊരു ഫലവൃക്ഷം കൂടിയുണ്ട്. ഇത് കണ്ടോ, ഇത് മുള്ളാത്ത എന്ന് പറയും. മുള്ളാത്ത ഇപ്പം പല അസുഖങ്ങൾക്കും നല്ലതാണ്, വളരെ ഗുണമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇത് ആദ്യമായിട്ട് ഈ തവണ ഇതിലുണ്ടായിട്ടുണ്ട്, ഒരു കുഞ്ഞിതുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കിതിൻ്റെ ടേസ്റ്റ് അത്ര അറിയില്ല. പക്ഷെ നമ്മുടെ ആത്തപ്പഴം പോലെ, അല്ലെങ്കിൽ സീതപ്പഴം അല്ലേ, സീതപ്പഴം, അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് അതിലുണ്ടായേക്കുന്നത്, ഉണ്ടായി തുടങ്ങിയുള്ളൊരു കുഞ്ഞിത്. പിന്നെ ഇതിൻ്റെ അടുത്ത് റംബൂട്ടാനുണ്ട്. റംബൂട്ടാൻ ഇപ്പം പൂത്തിട്ടില്ല. കണ്ടോ, ഇതാണ് മുള്ളാത്ത. പിന്നെ ഇതൊരു കുഞ്ഞ് കറിവേപ്പിലയാണ്. നല്ല ഫ്രഷായിട്ട് ഇതിൻ്റെ ഇല നിൽക്കുന്നു, അതുകൊണ്ട് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.